ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ചിറളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാർ കഴിഞ്ഞ ദിവസം വാദമുന്നയിച്ചിരുന്നു. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ ദേവസ്വം ബെഞ്ച് വിശദമായ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ചിറളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാർ കഴിഞ്ഞ ദിവസം വാദമുന്നയിച്ചിരുന്നു. ഓദിക്കന്മാരുടെ അടക്കമുള്ള കക്ഷിചേരൽ അപേക്ഷകൾ ഹൈക്കോടതി നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. ഉത്സവം പൂർവാചാരപ്രകാരം തുടരണമെന്നായിരുന്നു 2015 അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടത്. ആചരണാധികൾ യഥാവിധി തുടരണമെന്ന് 2018 ദേവപ്രശ്നത്തിലും കണ്ടു. ഉത്സവ പൂജാരീതികളിൽ മാറ്റം വരുത്തിയാൽ ദേവചൈതന്യം കുറയുമെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. അതേസമയം ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാൻ വേണ്ടിയാണെന്നുമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ദേവസ്വം സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.